തൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് സിന്ധു കൃഷ്ണ. നടിയല്ലെങ്കിലും താരപത്നിയായി വിലസുന്ന സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇപ്പോൾ സിന്ധു തൻ്റെ സഹോദരിയെക്കുറിച്ച് പറയുന്ന വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. താൻ ജനിച്ചു വിവരിച്ചു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് സഹോദരങ്ങൾ വേണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ദൈവം എനിക്കൊരു അനുജനെ തന്നു. എന്നാൽ ആ അനുജനെ ആശുപത്രിക്കാരുടെ പിഴവ് കാരണം മരിച്ചു പോവുകയായിരുന്നു. ഇത് അമ്മ പറഞ്ഞ കഥയാണ്. എനിക്കധികം ഓർമ്മയില്ല. അങ്ങനെ ഒരു അനുജൻ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കിപ്പോഴുള്ള എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. അവനെ ചിലപ്പോൾ ഞങ്ങളുടെ അരികിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇവളെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയായിരിക്കും. അമ്മ എപ്പോഴും പറയാറുണ്ട്, നിനക്കൊരു അനുജത്തി ജനിച്ചതെങ്കിൽ അത് അവൻ്റെ കാര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ പോയത് കൊണ്ടാണ്. ഒരുപക്ഷെ അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു അനുജത്തി നിനക്ക് ജനിക്കില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിന്ധു കൃഷ്ണ പറയുന്ന വാക്കുകളാണ് ഇവ. അനിയത്തി പിറക്കുമ്പോൾ ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടായി നിന്നിരുന്നത് താനാണെന്നാണ് സിന്ധു പറയുന്നത്. അന്നേ താൻ നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു. 1977 എനിക്ക് അനിയത്തി ജനിക്കുന്നത്. ഞാനും സിമിയും തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. എന്നെയും സിമിയും കൂടാതെ അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് ആ കുഞ്ഞ് പിറന്നത്. എനിക്ക് ഓർമ്മയില്ല. ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ 6-7 ദിവസം മാത്രമേ ആ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ. അന്നു മുതൽ ഇന്ന് വരെ അമ്മ ആ കഥ പറയുമ്പോൾ കണ്ണീരണിയും. അതുകൊണ്ട് എനിക്ക് ആ കഥ നല്ല ഓർമ്മയുണ്ട്. ആശുപത്രിക്കാർ കത്രിക ഉപയോഗിച്ചതിന് പിഴവ് മൂലം ടെറ്റ്നസ് പോലുള്ള അവസ്ഥ വന്നാണ് കുഞ്ഞ് മരിച്ചത്. ഈ അറിവെല്ലാം അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് പിന്നീട് ഒരു അനിയത്തി പിറക്കുമായിരുന്നില്ല. കഴിഞ്ഞ 20 വർഷമേ ആയിട്ടുള്ളൂ കൂടുതൽ കുട്ടികളെ ആളുകൾ ഓപ്റ്റ് ചെയ്തു തുടങ്ങിയിട്ട്. അതിനു മുൻപൊക്കെ 1-2 കുട്ടികളെ മാത്രമേ എല്ലാ വീടുകളിലും കാണുകയുള്ളൂ. അതുതന്നെയായിരുന്നു എൻ്റെ വീട്ടിലും. വളരെ വിരളമായി മാത്രമേ 3 കുട്ടികളുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ UKGയിൽ പഠിക്കുമ്പോഴാണ് സിമി ജനിച്ചത്. അന്ന് അച്ഛൻ വിദേശത്തായിരുന്നു. ഞാനും അപ്പച്ചിയുമായിരുന്നു ഡെലിവറി സമയത്ത് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരു സഹോദരനെയോ സഹോദരിയോ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് എനിക്ക് സിമി ജനിച്ചത്. സിമി ഓവറായി കെയർ ചെയ്യുന്നത് സിസ്റ്ററായിരുന്നു. ഞാൻ എപ്പോഴും ഊട്ടിയിൽ എനിക്കൊപ്പം പഠിക്കാൻ അവളെയും ചേർത്തപ്പോൾ അവളെ കുളിപ്പിച്ചിരുന്നത് വരെ ഞാനായിരുന്നു. എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ബോർഡിങ്ങിലായിരുന്നപ്പോൾ അവിടെയുള്ള ആയമാരായിരുന്നു ഞങ്ങളെ കുളിപ്പിച്ചിരുന്നത്. അവർ ശ്രദ്ധിക്കാത്തതിനാൽ കണ്ണിൽ സോപ്പൊക്കെ പോകുമായിരുന്നു. എന്നാൽ അതൊന്നും എനിക്കിഷ്ടമാകില്ല. ഞാൻ പ്രത്യേകമായി അത് ശ്രദ്ധിക്കുമായിരുന്നു. അത് അനിയത്തി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ തന്നെ കുളിപ്പിക്കും. 3-ാം ക്ലാസ് മുതലാണ് അവളും ഞാനും ഒരു സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത്. സിമിക്കിപ്പോൾ 48 വയസ്സുണ്ട്. ഞാൻ 10ൽ പഠിക്കുന്നു സമയത്ത് വളരെ പെട്ടെന്ന് സിമിക്ക് പൊക്കം വെച്ചു. അത് എൻ്റെ ഈഗോയെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും സിന്ധു ഓർത്തെടുക്കുന്നുണ്ട്. സിമിയുടെ മകൾ തൻവി കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെ സ്ഥിരമായി പിന്തുടരുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ സുപരിചിതമാണ്. സിമിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് തൻവി. കാനഡയിൽ മകനൊപ്പം സെറ്റിൽഡായ തൻവി ദിയയുടെ വിവാഹത്തിന് പങ്കെടുത്തതും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ പങ്കുവച്ചതും വൈറലായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.